ഹായ് ഓൾ, ദിശ അക്കാഡമിയുടെ ടെക്നിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ RRB JEE CGSുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇറിഗേഷൻ്റെ 5th ക്ലാസ് ആണ് നോക്കുന്നത്. അതിന് മുന്നേ നമ്മൾ RRB JEE എക്സാമിന് വേണ്ടി ഒരു ടെക്നിക്കൽ ചാനൽ സെപ്പറേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന RRB JEE എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സബ്ജക്ട്സ് എല്ലാം നമ്മൾ ടെക്നിക്കൽ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ RRB JEE എക്സാമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വയറീസ് ആയാലും അതിൻ്റെ സിലബസ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം. എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നോക്കിയാലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇത് നമ്മുടെ ദിശയുടെ ഓൺലൈൻ ആപ്പാണ്, ദിശ ഓൺലൈൻ എന്നുള്ളത്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ഡെമോ ക്ലാസ്സസ് ഒക്കെ കണ്ടു നോക്കുക. കോഴ്സസ് പർച്ചേസ് ചെയ്തവർക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അത് മിസ്സാവുന്നവർക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. കൂടെ തന്നെ മെൻറ്ററിങ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. സോ എന്ന് ഡൗൺലോഡ് ചെയ്ത് കണ്ടു നോക്കുക. നമുക്ക് ഓഫ്ലൈൻ ബാച്ചസ് വരുന്നത് ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊട്ടാരക്കരയാണ്. കോൺടാക്ട് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. എല്ലാവരും നന്നായി തന്നെ RRB JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് ഇറിഗേഷൻ്റെ ക്ലാസ് നോക്കിയാലോ? സോ നമ്മൾ ഇറിഗേഷൻ്റെ 5th ക്ലാസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആണ്. ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്താണ്? ആ വേർഡിൽ തന്നെയുണ്ട്, ക്രോസ് ചെയ്യുന്ന വർക്ക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ 4 ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ 5th ക്ലാസ് ആണ്. നമ്മൾ റിവർ തൊട്ട് കനാലിൻ്റെ ക്രോസ് സെക്ഷൻ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കനാലും റിവറും ആയിട്ട് ജോയിൻ ചെയ്ത് വരുന്ന പോർഷൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പോർഷൻ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു സീരീസാണ് നോക്കി പോകുന്നത്. ഓക്കെ, നിങ്ങൾ വീഡിയോ നേരത്തെ കണ്ടിട്ടില്ലാത്തവർ കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. കാരണം നമുക്ക് ജസ്റ്റ് ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്, പക്ഷേ ഒരു സെപ്പറേറ്റ് ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കാണുവാണെങ്കിൽ അത്രയും നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ വീഡിയോ കാണുക. കാരണം നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. എന്തായാലും ഞാൻ പറഞ്ഞു തന്നെയാണ്, ഒരു കനാലും റിവറുമായിട്ട് ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ള പോർഷനിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ജോയിൻ ചെയ്യരുത്. നമുക്ക് ഒന്നിൻ്റെ മേളിലൂടെ എടുക്കണം. അങ്ങനെ ഒരു കേസാണ് വരുന്നതെങ്കിൽ അവിടെ കൊടുക്കുന്ന വർക്ക്സിനെയാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്ന് പറയുക. എന്താണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്? ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ഇവിടെ നമ്മൾ പല സ്ഥലങ്ങളിൽ ഡ്രെയിൻ എന്നൊരു വേർഡ് ഉപയോഗിക്കും. ഡ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺലി പറഞ്ഞ റിവർ തന്നെയാണ് ഡ്രെയിൻ. ഓക്കെ, അത് ഓർക്കുക. റിവറിനെ തന്നെയാണ് നമ്മൾ ഡ്രെയിൻ എന്ന് പറയാം. ഡ്രെയിൻ എന്നോ നാച്ചുറൽ ഡ്രെയിൻ എന്നൊക്കെയോ കാണാറുണ്ട്. ഈ റിവറിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു റിവർ കനാലും കൂടെ മീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് കൊടുക്കുക. അത് ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള പോർഷൻസിൽ. അതല്ലേ ഡെഫിനിഷനിൽ കൊടുത്തേക്കുന്നത്? ക്രോസിങ് ഓഫ് കനാൽ ആൻഡ് നാച്ചുറൽ ഡ്രെയിൻ. ഓഫ് കോഴ്സ് ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ, ഏതൊക്കെയായിരുന്നു? കനാലും നാച്ചുറൽ ഡ്രെയിനൂടെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ കൊടുക്കുന്ന സ്ട്രക്ചേഴ്സാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്. നമുക്ക് ഡെഫിനേഷനൊന്നും ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് എന്തുകൊണ്ടാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് കൊടുക്കുന്നത്? കനാലും റിവറും അല്ലേ ക്രോസ് ചെയ്യുന്നത്. അത് ക്രോസ് ചെയ്ത് വാട്ടർ മിക്സ് ചെയ്യരുത്. അതിനു വേണ്ടിയാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് കൊടുക്കുന്നത്. ടു പ്രിവെൻറ്റ് മിക്സിംഗ് ഓഫ് ഡ്രെയിൻ വാട്ടർ വിത്ത് കനാൽ വാട്ടർ. രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇതിൽ ഏതൊക്കെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് വരുന്നു എന്നാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്, പക്ഷെ സിമ്പിളായിട്ട് തന്നെ നോക്കാം. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആണ് മെയിൻലി പഠിക്കാനുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഫസ്റ്റ് വൺ ആണ് കനാൽ ഓവർ ഡ്രെയിൻ. എന്തായിരുന്നു? കനാൽ ഓവർ ഡ്രെയിൻ ഫസ്റ്റ് വൺ ആണ്. അപ്പോൾ കനാൽ ഓവർ ഡ്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഏതായിരിക്കും മേളിൽ വരുന്നത്? കനാല് ഡ്രെയിനിൻ്റെ മേളിൽ, അതായത് റിവറിൻ്റെ മേളിലാണ് കനാല് വരിക. ഞാൻ ഒരു ഫിഗർ വരയ്ക്കാം. ജസ്റ്റ് ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്നതാണ് കേട്ടോ. ആക്ച്വൽ സ്ട്രക്ചേഴ്സ് ഇങ്ങനെയല്ല.
മീൻസ് ഇങ്ങനെ മേളിലാണ് വയ്ക്കുന്നത്. ഞാൻ ജസ്റ്റ് ലൈൻ ഡയഗ്രാം വരയ്ക്കുന്നതേ ഉള്ളൂ. കനാൽ ഓവർ ഡ്രെയിൻ, റിവറിൻ്റെ മേളിലാണ് കനാൽ വരുന്നത്. അതാണ് ഈ ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ പ്രത്യേകത. എന്തായിരുന്നു? കനാൽ ഓവർ ഡ്രെയിൻ. നമുക്ക് ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇത് മനസ്സിലായല്ലോ. ഇത് കനാലിൻ്റെ ബെഡ് ലെവലാണ്. കനാൽ ബെഡാണ് കേട്ടോ ഇത്. കനാൽ ബെഡ്. ഇത് റിവറിൻ്റെ ബെഡാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ എന്നൊരു കാര്യമുണ്ട്. HFL. ഇത് നമ്മൾ ഹൈ ഫ്ലഡ് ലെവൽ എന്നാണ് പറയുക. അതായത് ഫ്ലഡ് വരുന്ന ടൈമിനാണല്ലോ റിവറിൽ ഏറ്റവും കൂടുതൽ വാട്ടർ വരുന്നത്. ആ ടൈമിന് ഏത് പോർഷൻ വരെ വെള്ളം കയറാം. അതാണ് ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത്. എന്തായിരുന്നു? HFL, ഹൈ ഫ്ലഡ് ലെവൽ. ഫ്ലഡ് വരുന്ന ടൈമിൽ ഏതൊരു ലെവൽ വരെ വാട്ടർ കയറാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലെവൽ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. 2 ടൈപ്പ് നമുക്ക് മെയിൻലി ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് 2 ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു കനാൽ ഓവർ ഡ്രെയിൻ, ഈ ഒരു പോർഷൻ. ഇതിൽ എങ്ങനെയൊക്കെ ഇതിനെ 2 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, വരച്ച് കാണിച്ചു തരാം. റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവലിൻ്റെ വാല്യൂ വെച്ചിട്ടാണ്, അതായത് ഹൈ ഫ്ലഡ് ലെവലിൻ്റെ ലെവൽ വെച്ചിട്ടാണ്, എവിടെയാണ് ഹൈ ഫ്ലഡ് ലെവൽ ഇരിക്കുന്നത് അത് വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നത് ഹൈ ഫ്ലഡ് ലെവൽ കണ്ടല്ലോ. കനാലിൻ്റെ ബെഡ് എവിടെയാ? ഇത്. അപ്പോൾ കനാൽ ബെഡ് ലെവൽ ഗ്രേറ്റർ ദാൻ ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് റിവർ ആണ്. കനാൽ ബെഡ് ലെവൽ മേളിലാണ് വരുന്നത്. റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവലിനെ കമ്പയർ ചെയ്യുമ്പം കനാൽ ബെഡ് ലെവൽ മേളിൽ വരുവാണെങ്കിൽ ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ അക്യുഡക്റ്റ് എന്ന് പറയുക. എന്തായിരുന്നു? അക്യുഡക്റ്റ്. ഓക്കെ അല്ലേ? ഇതാണ് സിമ്പിൾ കാര്യം. കനാൽ ബെഡ് ലെവൽ ഹയർ ദാൻ ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് റിവർ. എന്തായിരുന്നു ഹൈ ഫ്ലഡ് ലെവൽ? അതായത് ഫ്ലഡ് വരുന്ന ടൈമിൽ എത്രത്തോളം വാട്ടർ റൈസ് ചെയ്യും, അതായത് റിവറിൽ മാക്സിമം ഏത് ലെവൽ വരെ വാട്ടർ റൈസ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് വൺ പറയുന്നത്, ഹൈ ഫ്ലഡ് ലെവൽ. അപ്പോൾ ഹൈ ഫ്ലഡ് ലെവലിനെ കമ്പയർ ചെയ്യുമ്പോൾ കനാൽ ബെഡ് ലെവൽ മേളിലാണെങ്കിൽ ഇറ്റ് ഈസ് അക്യുഡക്റ്റ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു കേസ് പറയുവാണ്. ഇത് ഫസ്റ്റ് കേസാണ്. ഞാൻ 2 ഈ ഫിഗറിൽ തന്നെ വരച്ച് കാണിച്ചു തരാം. അടുത്ത് പറയുന്ന ഒരു കേസ്, റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ ഇവിടെയാണ്. കണ്ടോ? റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ ഇവിടെയാണ്. അപ്പോൾ ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് റിവർ ഹയർ ദാൻ കനാൽ ബെഡ് ലെവൽ. കനാൽ ബെഡ് ലെവലിനെ കമ്പയർ ചെയ്യുമ്പോൾ റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ എന്തായി? കൂടിയില്ലേ? ആ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? അക്യുഡക്റ്റ്. അടുത്ത ഹൈ ഫ്ലഡ് ലെവൽ ഹയർ ആണെങ്കിൽ അതിനെ നമ്മൾ സൈഫൺ അക്യുഡക്റ്റ് എന്നാ പറയുക. മനസ്സിലായോ? അതെന്തായിരുന്നു? സൈഫൺ അക്യുഡക്റ്റ്. ഓക്കെ, ഫസ്റ്റ് കേസ് മനസ്സിലായോ? ഫസ്റ്റ് കേസ് അക്യുഡക്റ്റും സെക്കൻഡ് കേസ് പറയുന്നത് സൈഫൺ അക്യുഡക്റ്റും ആണ്. സിമ്പിൾ അല്ലേ കാര്യം? ഒന്നുകൂടെ പറഞ്ഞു നോക്കി. നമ്മൾ ഇതിൽ പറയുന്ന ഫസ്റ്റ് സ്ട്രക്ചർ കനാൽ ഓവർ ഡ്രെയിൻ ആയിരുന്നു. അത് നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ പറയുന്ന അക്യുഡക്റ്റ് ആകുമ്പോൾ കനാലിൻ്റെ ബെഡ് ലെവൽ ഈസ് ഹയർ ദാൻ, കനാൽ ബെഡ് ലെവൽ റിവർ ഹൈ ഫ്ലഡ് ലെവലിനെ കമ്പയർ ചെയ്യുമ്പോൾ മേളിലായിരിക്കും. അതെന്തായിരുന്നു? അക്യുഡക്റ്റ്. വായിച്ചു നോക്കി. കനാൽ ബെഡ് ലെവൽ ഹൈ ഫ്ലഡ് ലെവലിനെ കമ്പയർ ചെയ്യുമ്പോൾ മേളിലല്ലേ? അക്യുഡക്റ്റ്. ഇനി ഈ ഫിഗറിൽ തന്നെ അടുത്ത കേസ് കൂടെ പറയാണ്. ഈ ഹൈ ഫ്ലഡ് ലെവൽ ഉണ്ടല്ലോ, ഇത് ഇവിടെയാണ്. ആക്ച്വലി ഇത് പൊങ്ങി വന്നതല്ല കേട്ടോ. ആക്ച്വലി നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത സ്ട്രക്ചറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ ഇവിടെയാണ്. റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ കനാൽ ബെഡ് ലെവലിനെ കമ്പയർ ചെയ്യുമ്പോൾ മേളിലാണെങ്കിൽ അതിന് നമ്മൾ സൈഫൺ അക്യുഡക്റ്റ് എന്നാണ് പറയുക. ഇത് ഫസ്റ്റ് കേസും ഇത് സെക്കൻഡ് കേസും ആണ് കേട്ടോ. ഞാൻ ഒരു ഫിഗറിൽ തന്നെ 2 കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഫിഗർ ക്ലിയർ ആണോ? അല്ലേ? സിമ്പിൾ ആട്ടോ. ഇത് നമ്മൾ കനാൽ ഓവർ ഡ്രെയിൻ, ആദ്യം ഓർക്കുക, നമ്മൾ കനാൽ ഓവർ ഡ്രെയിൻ ആണ് ഫസ്റ്റ് പഠിച്ചത്. അതിലാണ് അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റും വരുന്നത്. അക്യുഡക്റ്റ് ആവുമ്പോൾ കനാൽ ബെഡ് ലെവൽ ഹയർ ദാൻ ഹൈ ഫ്ലഡ് ലെവൽ. സെക്കൻഡ് കേസ് എന്തായിരുന്നു? സൈഫൺ അക്യുഡക്റ്റ്. അവിടെ എന്തായിരുന്നു? ഇവിടെ ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് റിവർ ഗ്രേറ്റർ ദാൻ കനാൽ ബെഡ് ലെവൽ. നിങ്ങൾ പഠിക്കാനുള്ള കാര്യം ഒന്നുകിൽ ഇങ്ങനെ പഠിക്കാം. കനാൽ ഓവർ ഡ്രെയിൻ ഉണ്ട്. കനാൽ ഓവർ ഡ്രെയിനിൽ 2 കാര്യങ്ങളുണ്ടായിരുന്നു, അക്യുഡക്റ്റ് ആൻഡ് സൈഫൺ അക്യുഡക്റ്റ്. 2 കാര്യമില്ലേ? അക്യുഡക്റ്റ് ആൻഡ് സൈഫൺ അക്യുഡക്റ്റ്.
അതിന് അക്യുഡക്റ്റ് എന്താണ് അത് പഠിക്കാം. കനാൽ ബെഡ് ലെവൽ ഗ്രേറ്റർ ദാൻ ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് റിവർ, അത് നമുക്ക് മനസ്സിലായി. അത് ഓക്കെ അല്ലേ? അത് അക്യുഡക്റ്റ് ആണ്. അതിൻ്റെ ഒപ്പോസിറ്റ് കേസ് വരുന്നത് ഏതാണ്? സൈഫൺ അക്യുഡക്റ്റ് ആണെന്ന് പഠിക്കുക. ഓപ്പോസിറ്റ് കേസ് എന്തായിരിക്കും? തിരിച്ചു വരും. ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് റിവർ ഗ്രേറ്റർ ദാൻ കനാൽ ബെഡ് ലെവൽ വരും. അതേതാണ്? സൈഫൺ അക്യുഡക്റ്റ്. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇത് രണ്ടും പഠിച്ചല്ലോ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത്രയും മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് കേസാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഞാൻ സ്പീഡ് കൂടി പോകുന്നില്ലല്ലോ, ജസ്റ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഇത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡ്രെയിൻ ഓവർ കനാലാണ്. ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കനാൽ ഓവർ ഡ്രെയിൻ. അതിൽ 2 കേസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? അക്യുഡക്റ്റ് ആൻഡ് സൈഫൺ അക്യുഡക്റ്റ്. നമുക്ക് ഇതിൻ്റെ ഫിഗേഴ്സൊക്കെ അടുത്ത് പഠിക്കാം കേട്ടോ. ഓരോന്നായിട്ട് നമുക്ക് ഫിഗേഴ്സൊക്കെ നോക്കി പോവാം. ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കാം. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് സെക്കൻഡ് കേസ്, ഡ്രെയിൻ ഓവർ കനാൽ. എന്തായിരുന്നു? ഡ്രെയിൻ ഓവർ കനാൽ. ഈ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? റിവർ ആണ് അല്ലേ? റിവർ ആണ്. ഡ്രെയിൻ ഓവർ കനാലാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്രെയിൻ. ഡ്രെയിൻ എന്നോ റിവർ എന്നോ സ്ട്രീമിലെന്നോ സ്ട്രീം എന്നോ ഫിഗറിൽ കാണാം. ഓക്കെ, ഇത് നമ്മുടെ ഡ്രെയിൻ ആണ്. അപ്പോൾ താഴെ എന്തായിരിക്കും? കനാൽ. ഡ്രെയിനിൻ്റെ ബെഡ് ലെവൽ ഏതാ? ഇതാണ് കേട്ടോ ഡ്രെയിൻ ബെഡ് ലെവൽ. ഈ ഒരു പോർഷനാണ് ഡ്രെയിൻ ബെഡ് ലെവൽ. ഇവിടെയും നമ്മൾ ഇത്രയേ ഉള്ളൂ. ഡ്രെയിൻ ഓവർ കനാൽ ആകുമ്പോൾ കനാലിൻ്റെ മേളിൽ ഡ്രെയിൻ വന്നു. ഇവിടെയും നമ്മൾ കനാലിൻ്റെ ലെവൽ വെച്ചിട്ടാണ്, അത് ഇത് മേളിൽ വരുന്ന കാര്യത്തിൻ്റെ, അത് മേളിൽ ഏതാണോ സ്ട്രക്ചർ വരുന്നത് അതിൻ്റെ ബെഡ് ലെവലും താഴെ വരുന്ന സ്ട്രക്ചറിൻ്റെ ഹൈ ഫ്ലഡ് ലെവലും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. റിവർ ആകുമ്പോൾ നമ്മൾ ഹൈ ഫ്ലഡ് ലെവൽ എന്നാ പറയുക. കനാൽ ആകുമ്പോൾ നമ്മൾ FSL എന്നാ പറയുക. FSL നമ്മൾ പറഞ്ഞില്ലേ ഇത് കഴിഞ്ഞ വീഡിയോയിൽ. FSL എന്താ? ഫുൾ സപ്ലൈ ലെവൽ. കനാലിന് മാക്സിമം ഏതൊക്കെ ലെവൽ വരെ വരാം, അതാണ് ഫുൾ സപ്ലൈ ലെവൽ. അപ്പോൾ ഈ കനാലിൻ്റെ FSL വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കിയാലോ. ഫസ്റ്റ് കേസ് എന്തായിരിക്കും? ഡ്രെയിൻ ബെഡ് ലെവൽ ഗ്രേറ്റർ ദാൻ FSL. അവിടെ നമ്മൾ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറഞ്ഞു, ഇവിടെ FSL എന്ന് പറയുന്നു. രണ്ടും കൺസെപ്റ്റ് സെയിം ആണ് കേട്ടോ. അത് റിവറിൽ മാക്സിമം വരുന്ന വാട്ടർ ലെവലിനെ നമ്മൾ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നു, HFL. അടുത്ത് കനാലിന് മാക്സിമം വരുന്ന വാട്ടറിനെ നമ്മൾ FSL എന്ന് പറയുന്നു, ഫുൾ സപ്ലൈ ലെവൽ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് കേസിൽ പറയുമ്പം ഡ്രെയിൻ ബെഡ് ലെവൽ ഗ്രേറ്റർ ദാൻ, ഡ്രെയിൻ ബെഡ് ലെവൽ ഗ്രേറ്റർ ദാൻ ഇതെന്തായിരുന്നു? FSL. ഡ്രെയിൻ ബെഡ് ലെവൽ കനാലിൻ്റെ FSLനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ സൂപ്പർ പാസേജ് എന്നാ പറയുക. എന്താ? സൂപ്പർ പാസേജ്. അതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ, ഡ്രെയിൻ ബെഡ് ലെവൽ കനാൽ FSLനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെങ്കിൽ അതിന് എന്താ പറയുക? സൂപ്പർ പാസേജ്. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഓപ്പോസിറ്റാണ്. ഇവിടെ നേരത്തെ ഇവിടെ കനാലായിരുന്നു, ഇവിടെ അത് മാറി ഡ്രെയിനായി. അത്രയും കേസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് പറയുന്നത് ഓക്കെ കനാലിൻ്റെ FSL മേളിലായിരിക്കും. കണ്ടോ? കനാൽ FSL ഹയർ ദാൻ ഡ്രെയിൻ ബെഡ് ലെവൽ ആണെങ്കിൽ, കനാലിൻ്റെ FSL ഹയർ ദാൻ ഡ്രെയിൻ ബെഡ് ലെവൽ ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് കനാൽ സൈഫൺ. എന്തായിരുന്നു? കനാൽ സൈഫൺ. മനസ്സിലായോ? കനാലിൻ്റെ FSL ഡ്രെയിൻ ബെഡ് ലെവലിനെ കമ്പയർ ചെയ്യുമ്പോൾ മേളിലായിരുന്നെങ്കിൽ എന്തായിരുന്നു അത്? കനാൽ സൈഫൺ. ഓക്കെ, അപ്പോൾ പേരൊന്ന് പഠിച്ചേ. നമുക്ക് ഡ്രെയിൻ ഓവർ കനാലിൽ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയായിരുന്നു? സൂപ്പർ പാസേജ് ആൻഡ് കനാൽ സൈഫൺ. ആദ്യം നിങ്ങൾ പഠിക്കാനുള്ള കാര്യം, നമുക്ക് മെയിനായിട്ട് 2 എണ്ണം ഉണ്ടെന്ന് അറിയാം. ഡ്രെയിൻ ഓവർ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് കനാൽ ഓവർ ഡ്രെയിൻ. ആ ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കാവേ. ഫസ്റ്റ് പറയുന്നത് കനാൽ ഓവർ ഡ്രെയിൻ, അതിൽ 2 എണ്ണം ഉണ്ട്, അക്യുഡക്റ്റ് ആൻഡ് സൈഫൺ അക്യുഡക്റ്റ്. നെക്സ്റ്റ് പറയുന്നത് ഡ്രെയിൻ ഓവർ കനാൽ അല്ലേ, അതിൽ ഏതൊക്കെയാണ് 2 എണ്ണം ഉള്ളത്? സൂപ്പർ പാസേജ് ആൻഡ് കനാൽ സൈഫൺ. എല്ലാം ജസ്റ്റ് നമ്മൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ്സ് ആണ് കേട്ടോ എല്ലാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കനാൽ ഓവർ ഡ്രെയിൻ വരുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഡ്രെയിൻ ഓവർ കനാൽ വരുന്നത്.
സ്ട്രക്ചേഴ്സ് മാറുന്നേ ഉള്ളൂ. ഫസ്റ്റ് കേസിൽ കനാലായിരുന്നു മേളിൽ, ഇവിടെ നമ്മൾ ഡ്രെയിൻ ഓവർ കനാൽ വരുമ്പോൾ ഡ്രെയിൻ മേളിൽ വന്നു. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാവുന്നുള്ളത് നമുക്ക് കനാൽ ഓവർ ഡ്രെയിൻ പഠിക്കാം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇതെന്നുള്ളത് പഠിച്ചാൽ മതി, കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കണ്ട. നമുക്ക് കനാൽ ഓവർ ഡ്രെയിൻ പഠിക്കാം. ഓക്കെ, ഈ ഫിഗർ മനസ്സിലായോ? മനസ്സിലായില്ലേ? ഞാൻ ഒന്നും കൂടെ കനാൽ ഓവർ ഡ്രെയിൻ എടുക്കുവാണേ, അത് പഠിച്ച് നമുക്ക് പെർഫെക്റ്റ് ആക്കാം. ഇത് നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റാണെന്ന് പഠിച്ചാൽ മതി. ഓപ്പോസിറ്റ് എന്നല്ല, അത് എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ ആ ഫിഗർ ഒന്നുകൂടെ എടുക്കുവാണേ. ഞാൻ ഫിഗർ ഒന്നുകൂടെ വരച്ച് തരാം. നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് തന്നെ അത് പഠിക്കാം. ഈ ഫസ്റ്റത്തെ കൺസെപ്റ്റ് മാത്രം നിങ്ങൾ പഠിക്കുക. എങ്കിൽ അതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ സെക്കൻഡ് കൺസെപ്റ്റോട് വരച്ച് തന്നേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. കനാൽ ബെഡ് ലെവലാണ്. കനാൽ ബെഡ് ലെവൽ ഹയർ ദാൻ, ഇതെന്തായിരുന്നു? ഹൈ ഫ്ലഡ് ലെവൽ. ഫസ്റ്റത്തെ കേസ് കനാൽ ബെഡ് ലെവൽ ഗ്രേറ്റർ ദാൻ ഹൈ ഫ്ലഡ് ലെവൽ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? ഏതാ പറഞ്ഞേ? അക്യൂഡക്റ്റ്. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് കനാൽ ഓവർ ഡ്രെയിൻ ആണ്. ചിലപ്പോൾ COD എന്ന് പറയാറുണ്ട് കേട്ടോ. COD, കനാൽ ഓവർ ഡ്രെയിൻ. അപ്പോൾ COD കനാൽ ഓവർ ഡ്രെയിൻ ആണെങ്കിൽ, ഡ്രെയിനാണ് ഞാൻ റിവർ എന്ന് പറഞ്ഞേക്കുന്നത്, കനാലാണ് മേളിൽ വരുന്നതെങ്കിൽ ഫസ്റ്റ് കേസ് അവിടെ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തേക്ക് എപ്പോഴും. കാരണം റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവലും കനാലിൻ്റെ ബെഡ് ലെവലുമായിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തേക്കും. അങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്. കനാൽ ബെഡ് ലെവൽ ഹയർ ദാൻ HFL ഓഫ് റിവർ ആണെങ്കിൽ ആ ഒരു സ്ട്രക്ചറാണ് അക്യൂഡക്റ്റ്. അക്യൂഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് കേസ്. നെക്സ്റ്റ് പറയുന്നത് ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് റിവർ. ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് റിവർ ഗ്രേറ്റർ ദാൻ കനാൽ ബെഡ് ലെവൽ ആണെങ്കിൽ അതിന് എന്താ പറയുക? ഫസ്റ്റത്തെ അക്യൂഡക്റ്റ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് സൈഫൺ അക്യൂഡക്റ്റ്. എന്തായിരുന്നു? സൈഫൺ അക്യൂഡക്റ്റ്. അതായിരുന്നു സൈഫൺ അക്യൂഡക്റ്റ് എന്ന് പറയുന്നത്. അക്യൂഡക്റ്റ്, സൈഫൺ അക്യൂഡക്റ്റ് പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ? കനാൽ ഓവർ ഡ്രെയിൻ ആയിരുന്നു, അപ്പോൾ കനാൽ മേളിൽ വരും. ഫസ്റ്റ് വൺ അക്യൂഡക്റ്റ്, സെക്കൻഡ് വൺ സൈഫൺ അക്യൂഡക്റ്റ്. ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ സിമ്പിളായിട്ട് പഠിക്കാം. ചിലതാണെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യും, കാരണം ഇത് നമുക്ക് പെട്ടെന്ന് തലയിൽ ഇരിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആയല്ലേ? ഈ ടോപ്പിക് സിമ്പിളാണ്. നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. ഈ ഒരു കേസ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്സ്റ്റ് റിവേഴ്സാണ് അടുത്തതെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ പറയുന്നത് കനാൽ ബെഡ് ലെവൽ ഹൈ ഫ്ലഡ് ലെവലിനെക്കാളും കൂടുതലാണെങ്കിൽ അക്യൂഡക്റ്റ്. അടുത്ത് ഹൈ ഫ്ലഡ് ലെവൽ കൂടുതലാണെങ്കിൽ എന്തായിരുന്നു? സൈഫൺ അക്യൂഡക്റ്റ്. അത്രയേ ഉള്ളൂ. നമ്മൾ സെക്കൻഡ് മെയിൻ കേസായിട്ട് പറഞ്ഞതും കൂടെ ഈ ഫിഗറിൽ നിന്ന് നോക്കാം. സെക്കൻഡ് മെയിൻ കേസായിട്ട് പറഞ്ഞത് എന്തായിരുന്നു? ഡ്രെയിൻ ഓവർ കനാൽ. അവിടെ ഇത്രയേ ഉള്ളൂ. ഈ കനാലിന് പകരം നമ്മൾ ഡ്രെയിൻ കൊടുത്തു, ഇവിടെയാണ് കനാൽ വരുന്നത്. ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റിവേഴ്സാണ്, ഉൾട്ടയാണെന്ന് പഠിച്ചാൽ മതി. കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു കേസിൽ കനാലിന് പകരം റിവർ ആവും. മനസ്സിലായോ? ഞാൻ സെക്കൻഡ് കേസാണ് കേട്ടോ പറയുന്നത്. ഡ്രെയിൻ ഓവർ കനാലാണ് പറയുന്നത്. അവിടെ വരുമ്പോൾ എന്താണ്? നമ്മൾ ഈ കേസ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ റിവേഴ്സ് ഒന്ന് ഓർത്താൽ മതി. കനാലിന് പകരം റിവർ വരും. കാരണം അവിടെ എന്താ? റിവർ ബെഡ് ലെവൽ ഗ്രേറ്റർ ദാൻ HFL പകരം FSL ഫുൾ സപ്ലൈ ലെവൽ എന്ന് വരുന്നു. ആ ലെവൽ നമുക്ക് എന്തായാലും നമുക്ക് രണ്ടായാലും സെയിം ആണ്. റിവർ ആയതുകൊണ്ട് ഹൈ ഫ്ലഡ് ലെവലും കനാൽ ആയതുകൊണ്ട് FSL എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റിവർ ബെഡ് ലെവൽ ഗ്രേറ്റർ ആണെങ്കിൽ എന്തായി? പേജ് മാറി, സൂപ്പർ പാസേജായി തിരിച്ച്. അപ്പോൾ ഇവിടെ കനാലാവും. അത് മാത്രമല്ല ആ സ്ട്രക്ചറിൻ്റെ പേജ് റിവേഴ്സായിട്ട് വരുവാണെങ്കിൽ എന്നോർത്താൽ മതി. അവിടുത്തെ 2 പേജ് ഓർത്തിരിക്കുക. സെക്കൻഡ് കേസിൽ നമ്മൾ ഇതുപോലെ അക്യൂഡക്റ്റിന് സിമിലർ ആയിട്ട് വരുന്ന ഏതായിരുന്നു? സൂപ്പർ പാസേജ്. സൈഫൺ അക്യൂഡക്റ്റിന് സിമിലർ ആയിട്ട് വരുന്ന ഏതായിരുന്നു? കനാൽ സൈഫൺ. കനാൽ സൈഫൺ. ഓക്കെ, മനസ്സിലായോ? സെക്കൻഡ് കേസിൽ സൂപ്പർ പാസേജും കനാൽ സൈഫണും ആയിരുന്നു. അപ്പോൾ കനാൽ മാറി അവിടെ റിവറായി. ഈ കേസിലും ഇതിപ്പോൾ അങ്ങനെ തന്നെ, കനാൽ മാറി റിവറായി, ഇത് മാറി എന്താവും? റിവറാവും. അത്രയേ ഉള്ളൂ. റിവർ എന്നോ ഡ്രെയിൻ എന്നോ കാണും. ആ ഒരു കേസ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഫസ്റ്റ് വൺ അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റും പഠിക്കുക. അത് വന്നിട്ട് അടുത്ത കേസ് ഡ്രെയിൻ ഓവർ കനാൽ ആകുമ്പോൾ പേജ് പഠിക്കുക. ഈ ഓർഡറിൽ തന്നെ പഠിക്കുക. സൂപ്പർ പാസേജും കനാൽ സൈഫണും ആണ്. പേജ് മാറ്റി കൊടുത്താൽ മതി. ഇവിടെ കനാൽ വരുന്നിടത്ത് അവിടെ ഡ്രെയിനോ റിവർ എന്നോ ചോദിക്കുന്നു. അത്രയും മാത്രമേ ഉള്ളൂ. സിമ്പിളാണോ? മനസ്സിലായോ എല്ലാവർക്കും? കൂടുതൽ ചിന്തിക്കണ്ട കേട്ടോ. ഇത്രയും പഠിച്ചു. ഒന്നുകിൽ നിങ്ങൾ ഈ ഫസ്റ്റ് കേസ് മാത്രം പഠിക്കുക. അപ്പോൾ ജസ്റ്റ് ഇത് നോക്കണ്ട കേട്ടോ. ഈ ഫസ്റ്റ് കേസ് ഫിഗർ മാത്രം പഠിച്ച് നോക്കിയേ. ഒന്ന് നോക്കി ഈ ഫിഗർ വെച്ചിട്ട്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? കനാൽ ഓവർ ഡ്രെയിൻ ആയിരുന്നു ഫസ്റ്റ് കേസിൽ. മനസ്സിലാവാത്തവർ മാത്രം കേൾക്കാം കേട്ടോ. ഇല്ലാത്തവർ ജസ്റ്റ് അത് കേട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഫസ്റ്റ് കേസ് സിമ്പിളാണ്. കനാൽ ഓവർ ഡ്രെയിൻ ആയിരുന്നു. അവിടെ എന്ത് പറഞ്ഞു? കനാൽ ബെഡ് ലെവൽ ഹയർ ആയിരുന്നെങ്കിൽ അക്യുഡക്റ്റ്. അടുത്ത് സെക്കൻഡ് കേസ് പറയുമ്പോൾ HFL ആണ് കൂടുതൽ വരുന്നതെങ്കിൽ സൈഫൺ അക്യുഡക്റ്റ്. അടുത്ത് ഡ്രെയിൻ ഓവർ കനാൽ ആകുമ്പോൾ ഉൾട്ട വരുന്നു. റിവർ മേളിൽ വരും, അല്ലെങ്കിൽ ഡ്രെയിൻ മേളിൽ വരും, കനാൽ താഴെ വരുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല. നമുക്ക് ഒരു ക്വസ്റ്റ്യനോട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ ഡ്രെയിൻ ഓവർ കനാൽ. ഞാൻ കണ്ടോ ഓരോ ഫിഗേഴ്സായിട്ട് ഞാൻ ജസ്റ്റ് പറയാം. നമ്മൾ പറഞ്ഞ കാര്യം ഞാൻ ഒരു നാച്ചുറൽ ഫിഗർ കാണിച്ചെന്നേ ഉള്ളൂ. അക്യുഡക്റ്റ് എന്തായിരുന്നു മനസ്സിലായോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ജസ്റ്റ് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയാൽ ഫിഗർ വെച്ചിട്ട്. കനാൽ ബെഡ് ലെവൽ ഹയർ ദാൻ ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് റിവർ ആയിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഞാൻ ഓരോ 4 കാര്യങ്ങളുടെ ഫിഗർ വെച്ചൊന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായവർ എൻ്റെ കൂടെ ഒന്ന് പറയാം. ഇല്ലാത്തവർ ജസ്റ്റ് ഒന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലായിട്ടില്ലാത്ത ഒന്നും കൂടെ അത് കണ്ടു നോക്കാം കേട്ടോ. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അക്യുഡക്റ്റ് കണ്ടോ? ഇതാണ് അക്യുഡക്റ്റ്. കണ്ടോ? റിവറിൻ്റെ മേളിൽ കനാൽ വരുവാണ്. കണ്ടോ? റിവറിൻ്റെ മേളിലാണ് കനാൽ വരുന്നത്. അവിടെ എന്താ പ്രത്യേകത? ഈ ഹൈ ഫ്ലഡ് ലെവൽ ആക്ച്വലി കനാലിൻ്റെ ബെഡ് ലെവലിനെ കമ്പയർ ചെയ്യുമ്പോൾ താഴെ ആയിരിക്കും കേട്ടോ ഹൈ ഫ്ലഡ് ലെവൽ. അതാ പറയുന്നത് കനാൽ ബെഡ് ലെവൽ ഗ്രേറ്റർ ദാൻ ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് റിവർ എന്നുള്ളത്. കനാൽ ബെഡ് ലെവൽ എങ്ങനെയായിരിക്കും? റിവർ ഹൈ ഫ്ലഡ് ലെവലിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞതല്ലേ അക്യുഡക്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത നോക്കിയാലോ. അക്യുഡക്റ്റ് പറഞ്ഞു, കനാൽ ഓവർ ഡ്രെയിനിൽ അക്യുഡക്റ്റ് പറഞ്ഞു. ഇനി അടുത്തത് ഏതാ? സൈഫൺ അക്യുഡക്റ്റ്. ഇതാണ് നമ്മുടെ സൈഫൺ അക്യുഡക്റ്റിൻ്റെ ഒരു ഫിഗർ. ജസ്റ്റ് ലൈൻ ഡയഗ്രാം ആണ് കേട്ടോ. ഒന്ന് നോക്കി, സൈഫൺ അക്യുഡക്റ്റിൽ എന്താ നമ്മൾ പറയുക? സൈഫൺ അക്യുഡക്റ്റിൽ ഹൈ ഫ്ലഡ് ലെവൽ എങ്ങനെയായിരിക്കും? റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ മേളിലായിരിക്കും. ജസ്റ്റ് ഈ ഫിഗറിൽ കണ്ടോ, ഇത് സ്ട്രീം അല്ലെങ്കിൽ റിവറാണ്. റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ കണ്ടോ? ഹൈ ഫ്ലഡ് ലെവൽ കനാൽ ബെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ മേളിലല്ലേ? ഹൈ ഫ്ലഡ് ലെവൽ മേളിലായതുകൊണ്ട് അത് എന്തായിരുന്നു? സൈഫൺ അക്യുഡക്റ്റ്. ഇതൊന്ന് വായിച്ചു നോക്കിയേ. നമ്മളതല്ലേ എഴുതിയിരിക്കുന്നത്? ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് റിവർ ഗ്രേറ്റർ ദാൻ കനാൽ ബെഡ് ലെവൽ. പിന്നെ ഇവിടെ 2 കാര്യങ്ങളുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഫ്ലോ കുറച്ച് പ്രഷറിലായിരിക്കും. കാരണം കനാലിൽ വരുന്ന വാട്ടർ പ്രഷറിലായിരിക്കും ഫ്ലോ ചെയ്യുക. റിവർ വാട്ടർ മേളിലൂടെ പോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ കുറച്ച് പ്രഷറിലായിരിക്കും വാട്ടർ ഫ്ലോ വരിക. അതുപോലെ തന്നെ നമ്മൾ റിവർ ബെഡ് ഒന്ന് താഴത്തെ സ്ട്രക്ചർ ഏതാണോ ആ സ്ട്രക്ചർ ഒന്ന് കുറച്ച് ഡിപ്രസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. കാരണം ഹൈ ഫ്ലഡ് ലെവൽ ഒത്തിരി മേളിൽ പോകരുതല്ലോ. ജസ്റ്റ് ഒന്ന് ഡിപ്രസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. നമുക്ക് മെയിൻലി പഠിക്കാനുള്ള ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചാൽ മതി കേട്ടോ. ഈ ഒരു കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഈ ഫിഗർ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം ഒരു ലൈൻ ഡയഗ്രാം വെച്ചിട്ടല്ലേ പറഞ്ഞത്. നമുക്ക് ഈ 2 ലെവൽ മാത്രം നോക്കിയാൽ മതി. മേളിൽ വരുന്ന സ്ട്രക്ചറിൻ്റെ ബെഡും താഴെ വരുന്ന സ്ട്രക്ചറിൻ്റെ ഹൈ ഫ്ലഡ് ലെവലും നോക്കിയാൽ മതി. നമുക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കനാൽ ഓവർ ഡ്രെയിനിൽ 2ഉം പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? അക്യുഡക്റ്റ് ആൻഡ് സൈഫൺ അക്യുഡക്റ്റ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്തായിരുന്നു? സൂപ്പർ പാസേജ്. അതേതാണ്? ഡ്രെയിൻ ഓവർ കനാലാണ്. അപ്പോൾ ഈ ഫിഗറിൽ ഒന്ന് നോക്കിയേ. കനാൽ കണ്ടോ? കനാലിൻ്റെ FSL, ഡ്രെയിനിൻ്റെ നമുക്ക് പറയുമ്പോൾ സ്ട്രീം ഇപ്പോൾ ഇതാണെങ്കിൽ ഇത് തന്നെ നമുക്ക് ബെഡ് ലെവലായിട്ട് എടുക്കാം. ബട്ട് സ്ട്രീമിൻ്റെ ബെഡ് ലെവൽ എങ്ങനെയായിരുന്നു? ഇതൊന്നും എടുത്താലും സ്ട്രീമിൻ്റെ ബെഡ് ലെവൽ ഹയർ ആണെങ്കിൽ അത് ഏതാ? സൂപ്പർ പാസേജ്. അത് മാത്രമേ ഈ ഫിഗറിൽ നോക്കാനുള്ളൂ നമുക്ക്. അത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഫിഗറും വെച്ച് ആ ഒരു കൺസെപ്റ്റ് ഒന്നുകൂടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, സ്ട്രീം എന്നോ ഡ്രെയിൻ എന്നോ റിവർ എന്നോ പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത നോക്കിയാലോ. സൂപ്പർ പാസേജ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏതാ? കനാൽ സൈഫൺ.
കനാൽ സൈഫൺ ആണോ ഈ ഫിഗറിൽ നിന്ന് നോക്കിയേ? കനാൽ സൈഫൺ എങ്ങനെയാണ്? ഡ്രെയിൻ ഓവർ കനാൽ അല്ലേ? ഡ്രെയിൻ ഓവർ കനാലായിരുന്നു. അപ്പോൾ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ റിവറാണ്. റിവറിൻ്റെ ബെഡ് ലെവൽ ഇവിടെയാണ്. റിവർ ബെഡ് ഇവിടെയാണ്. റിവർ എന്നോ ട്രെയിനിൻ്റെ ബെഡ്. താഴെ വരുന്ന സ്ട്രക്ചർ ഏതാ? കനാൽ. കനാലിൻ്റെ FSL എവിടെയാണെന്നൊന്ന് നോക്കിയേ. കണ്ടോ, ഇവിടെ അല്ലേ വരുന്നേ കനാലിൻ്റെ FSL. കനാലിൻ്റെ FSL ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്രെയിൻ ബഡിനെ കമ്പയർ ചെയ്യുമ്പോൾ FSL മേളിലാണ് വരുന്നതെങ്കിൽ അത് സെക്കൻഡ് സ്ട്രക്ചർ ആയിരിക്കും എന്ന് ഓർക്കാം. FSL മേളിൽ വരുന്ന സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിക്കുന്നതിന് സെക്കൻഡാണ്. കനാൽ ഓവർ ഡ്രെയിനിനാണ് വരുന്നതെങ്കിൽ ഏതായിരിക്കും? സൈഫൺ അക്യുഡക്റ്റ്. ഡ്രെയിൻ ഓവർ കനാലിലാണെങ്കിൽ അത് ഏതായിരിക്കും? കനാൽ സൈഫൺ. അങ്ങനെ ഓർത്താൽ മതി. FSL ഓ HFL ഓ കയറി വരുന്ന സ്ട്രക്ചേഴ്സ് നമ്മൾ രണ്ടാമത് പഠിച്ച കേസാണ് അല്ലേ? ആണല്ലോ. അതെ, ഇവിടെ കനാൽ സൈഫൺ, ഇവിടെ കനാൽ സൈഫൺ ആണ് വരുന്നത്. ഓക്കെ, കനാൽ സൈഫൺ. ഓക്കെ, ഇത്രയും സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ സെക്കൻഡ് കേസാണ്. FSL കയറി വന്ന ടൈപ്പാണ്. പിന്നെ ഡ്രെയിൻ ആണ് മേളിൽ വന്നത്. ഡ്രെയിൻ ഓവർ കനാലായിരുന്നു. അതുകൊണ്ടാണ്. ഒന്ന് ഓർത്ത് നോക്കി, ഇങ്ങനെ ഓർത്താൽ മതി. ഇപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടു, ഞാൻ ഇതൊന്നും വരച്ചിട്ടില്ല. ഈ ഒരു ഫിഗർ കണ്ടു, ഇതിലെന്താ നോക്കാം. ഫസ്റ്റ് കേസ് കനാലുണ്ട്, ഡ്രെയിൻ ഉണ്ട്. ഏതാണ് മേളിൽ വരുന്നത്? ഡ്രെയിൻ ഓവർ കനാലാണ്. ഡ്രെയിൻ ഓവർ കനാലാണെന്ന് മനസ്സിലായി. അതിൽ രണ്ടെണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ സൂപ്പർ പാസേജ്, സെക്കൻഡ് വൺ എന്തായിരുന്നു? കനാൽ സൈഫൺ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് മേളിൽ വരുന്ന സ്ട്രക്ചറിൻ്റെ ബെഡ്, ഇത് ബെഡും താഴെ വരുന്ന സ്ട്രക്ചറിൻ്റെ ഹൈ ഫ്ലഡ് ലെവലാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ എവിടെയാണെന്ന് നോക്കുക. അങ്ങനെ പറയാം. മേളിൽ വരുന്ന സ്ട്രക്ചർ ഡ്രെയിനിൻ്റെ ബെഡ് ലെവൽ നോക്കി. താഴെ വരുന്ന സ്ട്രക്ചറിൻ്റെ ഹയസ്റ്റ് ലെവൽ ഇവിടെയാണ് വന്നത്. ഹയസ്റ്റ് ലെവൽ കൂടുതലായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ സെക്കൻഡ് കേസാണ് വരുന്നത്. അപ്പോൾ അത് ഏതാണ്? കനാൽ സൈഫൺ. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫിഗർ കനാൽ സൈഫണിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞതാണ്. ഇന്ന് വായിച്ചു നോക്കിയേ. ഫുൾ സപ്ലൈ ലെവൽ ഗ്രേറ്റർ ദാൻ ഡ്രെയിൻ ബെഡ് ലെവലാണ്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഇത് കനാൽ സൈഫണിൻ്റെ ജസ്റ്റ് ഒറിജിനൽ ഫിഗറാണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ ഇവിടെയും പ്രഷറിലായിരിക്കും. സെക്കൻഡ് കേസ് വരുമ്പോഴത്തേക്കും പ്രഷറിലായിരിക്കും വരുന്നത്. താഴെ വരുന്ന സ്ട്രക്ചർ ഒന്ന് ഡിപ്രസ്ഡ് ആയിരിക്കും. താഴെ നമ്മൾ കനാലല്ലേ കൊടുത്തേക്കുന്നത്. കനാലിൻ്റെ പോർഷൻ ഒന്ന് ഡിപ്രസ് ചെയ്തൊന്ന് താഴ്ത്തിയായിരിക്കും വരുന്നത്. വാട്ടർ ഫ്ലോയിലായിരിക്കും, കുറച്ച് പ്രഷറിലായിരിക്കും ഫ്ലോ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ആ ഫിഗർ കൊടുത്തിട്ടൊന്ന് ഉള്ളൂ, ഒറിജിനൽ ഫിഗറാണ്. നമുക്ക് ഒരു കേസ് കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ കനാൽ ഓവർ ഡ്രെയിനും പറഞ്ഞു, ഡ്രെയിൻ ഓവർ കനാലും പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് രണ്ടും കൂടി ഇൻറ്റർമിങ്കിൾ ചെയ്ത് പോവുകയാണ്. രണ്ടിൻ്റെയും ബെഡ് ലെവൽ ഒരുപോലെ വരുവാണെങ്കിൽ ആ ഒരു പോർഷനാണ് നമ്മൾ ലെവൽ ക്രോസിംഗ് എന്ന് പറയുക. ലെവൽ ക്രോസിംഗ് നമ്മൾ റെയിൽവേയിൽ ലെവൽ ക്രോസിംഗ് പറയുന്നത് എന്താണ്? റോഡും റെയിൽവേസൊക്കെ ഒരുമിച്ച് വരുന്നത്. അതുപോലെ ഇവിടെ എന്താണ്? ഇറിഗേഷനിൽ വരുമ്പം റിവറും കനാലും ഒരേ ബെഡ് ലെവലാണ് വരുന്നതെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ലെവൽ ക്രോസിംഗ് എന്ന് പറയുക. കനാലിൻ്റെയും റിവറിൻ്റെയും ബെഡ് കണ്ടോ പറഞ്ഞിരിക്കുന്നത് ബെഡ് ലെവൽ. കനാലിൻ്റെയും ഡ്രെയിൻ അല്ലെങ്കിൽ റിവറിൻ്റെ ബെഡ് ലെവൽ സെയിം ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക? ലെവൽ ക്രോസിംഗ്. ലെവൽ ക്രോസിംഗ്. അപ്പം കനാലും റിവറും സെയിം ലെവലാണ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം പഠിച്ച പോർഷനിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. നമുക്ക് സിമ്പിളായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം, ചെറിയ പ്രോബ്ലംസ് ആയിട്ടും ചോദിക്കാം. അപ്പം ഇതും ചോദിച്ചിട്ടുണ്ട്. രണ്ടും സെയിം ലെവലാണ് വരുന്നതെങ്കിൽ എന്താ പറയുക? ലെവൽ ക്രോസിംഗ്. ബെഡ് ഓഫ് ഏതൊക്കെയാ? കനാലും റിവർ. ഓക്കെ, അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആദ്യം നോക്കാം. നോക്കിയേ, നമുക്കിത് ഏതാണ്? തമിഴ്നാട് PSCക്ക് ഒരു ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ് സ്ട്രക്ചർ എന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഈ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഓപ്ഷൻസിലുണ്ട് അക്യുഡക്റ്റ്, സൈഫൺ അക്യുഡക്റ്റ്, സൂപ്പർ പാസേജ്. ഏതാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് അതിൻ്റെ ലെവൽസൊക്കെയാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കുഞ്ഞൊരു ഫിഗർ വെച്ചിട്ട് മനസ്സിലാക്കാം. ഒന്ന് നോക്കിയേ, ഈ കേസിലൊന്ന് നോക്കിയേ. നമുക്ക് തന്നേക്കുന്നത് ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്? കനാലും ഡ്രെയിനും തന്നിട്ടുണ്ട്. നമുക്ക് ഡിസ്ചാർജിൻ്റെ വാല്യൂസ് ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ടേബിൾ വെറുതെ തന്നേക്കുന്നത്. നമ്മൾ ഡിസ്ചാർജിനെ പറ്റി ഇവിടെ ഒന്നും നോക്കുന്നില്ല. രണ്ടിൻ്റെയും ബെഡ് ലെവൽസ് തന്നിട്ടുണ്ട്.
പിന്നെ എന്താ തന്നിട്ടുള്ള FSL അല്ലെങ്കിൽ ഹൈ ഫ്ലഡ് ലെവലും തന്നിട്ടുണ്ട്. ആദ്യം നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഇങ്ങനൊരു കേസ് തരുവാണെങ്കിൽ കനാൽ ഓവർ ഡ്രെയിൻ ആണോ ഡ്രെയിൻ ഓവർ കനാൽ ആണോ എന്നറിയാം. ഏതാണ് മേളിൽ വരുന്നതെന്ന് അറിയാം. അപ്പോൾ ഏതാണ് മേളിൽ വരുന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബെഡ് ലെവൽ, അതായത് താഴെയല്ലേ ബെഡ് ലെവൽ എന്ന് പറയാം. ബെഡ് ലെവൽ കമ്പയർ ചെയ്യണം. ബെഡ് ലെവൽ ഏതാണ് കൂടുതൽ വരുന്നത് നോക്കാം. ഇപ്പോൾ കനാലിൻ്റെ ബെഡ് ലെവൽ 100 ആണ്, കണ്ടോ. ഡ്രെയിനിൻ്റെ ബെഡ് ലെവൽ 102 102 ആണ്. അപ്പോൾ ഏതാ കൂടുതൽ? ഡ്രെയിൻ അല്ലേ കൂടുതൽ. അപ്പോൾ ഏതാ സ്ട്രക്ചർ വരിക? ഡ്രെയിൻ ഓവർ കനാൽ ആണ്. ഡ്രെയിൻ ഓവർ കനാൽ, മനസ്സിലായോ? ഡ്രെയിൻ ഓവർ കനാൽ. ഇത് ഡ്രെയിൻ, ഇത് കനാൽ. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? ഈ രണ്ട് ബെഡ് ലെവലും ഞാൻ കമ്പയർ ചെയ്തു. ആദ്യം നമ്മൾ അതാണ് നോക്കേണ്ട. ബെഡ് ലെവൽസ് കമ്പയർ ചെയ്തു. 100ഉം 102. ഏതാ കൂടുതൽ? 102. അപ്പോൾ എനിക്ക് എന്താ മനസ്സിലായി? ഡ്രെയിൻ ഓവർ കനാലാണെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്കിനി 2 ഓപ്ഷനേ ഉള്ളൂ. ഡ്രെയിൻ ഓവർ കനാലാണെങ്കിൽ സൂപ്പർ പാസേജും വരാം, അല്ലെങ്കിൽ എന്ത് വരാം? കനാൽ സൈഫൺ വരാം. ഓക്കെ അല്ലേ? ഇതിലേതാണ് കേസ് എന്ന് അറിയണം. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു വരുമ്പോൾ മേളിൽ വരുന്ന സ്ട്രക്ചറിൻ്റെ ബെഡ് ലെവലും താഴെ വരുന്ന സ്ട്രക്ചറിൻ്റെ FSLലും കൂടെയാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പം ഡ്രെയിനിൻ്റെ ബെഡ് ലെവലും കനാലിൻ്റെ FSLൂടെ കമ്പയർ ചെയ്യുക. ഡ്രെയിനിൻ്റെ ബെഡ് ലെവൽ എത്രയായിരുന്നു നോക്കിയേ. ഡ്രെയിനിൻ്റെ ബെഡ് ലെവൽ 102. ഓക്കെ, ഇത് 102 ആണെന്ന് കിട്ടി. ഇനി അടുത്ത് കനാലിൻ്റെ FSL കമ്പയർ ചെയ്യേണ്ടത്. കനാലിൻ്റെ FSL എവിടെയാ നോക്കിയേ. കനാലിൻ്റെ FSL 105 ആണ്, 105 ആണ്. അപ്പോൾ അതെവിടെ വരും? ഡ്രെയിൻ ബെഡ് ലെവൽ 102 ആയിരുന്നു, കനാലിൻ്റെ FSL 105 ആണ്. അപ്പോൾ ഇതിനെക്കാട്ടിലും മേളിലല്ലേ വരിക FSL? കനാലിൻ്റെ FSL. ഇത് ഞാൻ കനാലെന്ന് മാർക്ക് ചെയ്തേക്ക്, FSL ആണ് നോക്കേണ്ടതെന്ന് മാർക്ക് ചെയ്തത് കേട്ടോ. ബട്ട് ടോപ്പ് പോർഷൻ്റെ ബെഡ് ലെവൽ 102, ഡ്രെയിനിൻ്റെ ബെഡ് ലെവൽ 102, താഴെ വരുന്ന കനാലിൻ്റെ FSL നോക്കിയപ്പോൾ 105 ആണ്. അപ്പോൾ കൂടുതലാണ് വന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കേസ് അല്ലേ, ഹയസ്റ്റ് ലെവൽ ഗ്രേറ്റർ ആണ്. അപ്പോൾ അത് സെക്കൻഡ് കേസാണ്. അപ്പോൾ നമുക്ക് ഏത് എഴുതാം? കനാൽ സൈഫൺ ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? കനാൽ സൈഫൺ ആണ് ആൻസർ വരുന്നത്. കാരണം ഇവിടെ ഓപ്ഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്? അപ്പോൾ നമുക്ക് അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റും വരത്തില്ല. നമുക്ക് ഡ്രെയിൻ ഓവർ കനാൽ അല്ലേ, അപ്പോൾ ഇത് രണ്ടും വരത്തില്ല എന്ന് മനസ്സിലായി. സൂപ്പർ പാസേജും സൈഫണോ ഉള്ള. നമുക്ക് സൂപ്പർ പാസേജ് അല്ല, കനാൽ സൈഫൺ ആൻസർ. ഓപ്ഷനിൽ നമുക്ക് എന്താ? കനാൽ സൈഫൺ എന്ന് കൊടുത്തിട്ടില്ല, സൈഫൺ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം കേട്ടോ. കനാൽ സൈഫണെയാണ് ഇവർ സൈഫൺ എന്ന് കൊടുത്തിട്ടുള്ളത്. വേറെ 3 വരത്തില്ലെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഇത് തന്നെ എടുക്കാം. കനാൽ സൈഫൺ ആണ് കേട്ടോ സൈഫൺ എന്ന് കൊടുത്തേക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് നമുക്ക് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ ഇതൊന്ന് വരച്ച് നോക്കാം കേട്ടോ. ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ഏതാണ് സ്ട്രക്ചർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. ആദ്യം എന്താ നിങ്ങൾ ചെയ്യുക? ഓർത്ത് നോക്കിയേ. ആദ്യം നമുക്ക് തന്നേക്കുന്ന ബെഡ് ലെവൽസ് കമ്പയർ ചെയ്യും. ബെഡ് ലെവൽസ് കമ്പയർ ചെയ്തപ്പോൾ ഏതാണ് മേളിൽ വന്നതെന്ന് നോക്കി, അത് കിട്ടി. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് എന്തായാലും കാണുള്ളൂ. പിന്നെ മേളിലത്തെ സ്ട്രക്ചറിൻ്റെ ബോട്ടം പോർഷനും താഴത്തെ പോർഷൻ്റെ FSLോ ഹൈ ഫ്ലഡ് ലെവലോ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. അപ്പം ഹൈ ഫ്ലഡ് ലെവലോ FSLോ എന്തായാലും ഹയസ്റ്റ് വാട്ടർ ലെവൽ കൂടുതലാണെങ്കിൽ സെക്കൻഡ് കേസ്. അങ്ങനെയാണ് നമുക്ക് കനാൽ സൈഫൺ എന്നൊരു ആൻസർ കിട്ടിയത്. മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യേണ്ടതെന്ന്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ നമ്മുടെ ടോപ്പിക്? വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഫിഗർ ഒന്ന് വരച്ചൊന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ ആ ഒരു പോർഷൻ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറഞ്ഞ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഓരോ പോർഷൻസിലും ഏതൊക്കെയാണ് സ്ട്രക്ചേഴ്സ്, നമ്മൾ 5 സ്ട്രക്ചേഴ്സ് ഉണ്ടായിരുന്നു. ഓരോന്നും ഡിസ്കസ് ചെയ്തു. എല്ലാം നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിച്ചോ അല്ലെങ്കിൽ ഒന്ന് എഴുതിയൊക്കെ നോക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അടുത്ത് വരുന്നുണ്ട്. നമ്മൾ 5 ക്ലാസ്സസ് ഇറിഗേഷൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബാക്കി ക്ലാസ്സസ് കൂടെ കാണുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.
ഓക്കെ, താങ്ക് യു.